Hello dears, today we are going to discuss the second unit, words and deeds. As the first point we can say that this unit mainly talks about the relationship between words and deeds. Okay, I remember Gandhi had said one thing in his life, our deeds must be an execution of our words. നമ്മുടെ പ്രവൃത്തി എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ വാക്കുകളുടെ പൂർത്തീകരണമായിരിക്കണം. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിനെ തന്നെയാണ് ആക്ച്വലി വേർഡ്സ് ആൻഡ് ഡീഡ്സ് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റിനകത്ത് പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്തെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു എസ്സി ആണ് അല്ലേ. ഇതിനകത്ത് ആദ്യം നമ്മൾ ഗാന്ധിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക, അതെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഗാന്ധിനെ കുറിച്ച് ഒരു പ്രൊഫൈൽ ക്വസ്റ്റ്യൻ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈസി ക്വസ്റ്റ്യൻ ആയിരിക്കും. ഗാന്ധിയുടെ ആ ഒരു സ്പെഷ്യാലിറ്റീസ് ഒക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് മെൻഷൻ ചെയ്യുന്ന സമയത്തും ഗാന്ധിനെ കുറിച്ചൊക്കെ ജസ്റ്റ് ഒരു 1 or 2 സെൻറ്റൻസസ് ഒക്കെ നമുക്ക് അവിടെ കൊടുക്കാമല്ലോ. ഇത് കഴിഞ്ഞാലടാ ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിനകത്ത് ആദ്യം നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പോയിന്റ്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ആൻഡ് ദെൻ ഗാന്ധി കെയിം. അതിനുശേഷം ഗാന്ധി വന്നു എന്ന് പറയുമ്പോൾ ഗാന്ധി വരുന്നതിന് മുന്നേ അവിടെ എന്തൊക്കെയോ ഒരു സംഗതിയുണ്ട്. സോ യു ഹാവ് ടു ബി ഫെമിലിയർ വിത്ത് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ആൻഡ് ദെൻ ഗാന്ധി കെയിം. ആ ഒരു കാര്യമായിരിക്കണം ഇവിടുന്ന് ആദ്യം നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതെന്നുള്ളതാണ്. ആക്ച്വലി വി ക്യാൻ സേ ദാറ്റ് ദ ഇന്ത്യൻസ് വർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഡാർക്ക്നെസ് ആൻഡ് darkness because of their hopelessness and they had no one to help them. ശരിക്കും ഗാന്ധി ഇന്ത്യയിൽ വരുന്നതിന് മുന്നേ ഒരുപാട് നേതാക്കന്മാർ ഇന്ത്യക്കകത്ത് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്ത്യയിലെ ആ നേതാക്കന്മാർക്കൊന്നും അവിടെയുള്ള ആളുകൾക്കൊരു പ്രതീക്ഷ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്താണ് ആക്ച്വലി ജവഹർലാൽ നെഹ്റു സമയത്താണ് സൗത്ത് ആഫ്രിക്കയിലായിരുന്ന ഗാന്ധിജിക്ക് ഒരു കത്തെഴുതുന്നു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻവിറ്റേഷൻ മുഖേനയാണ്, അത് കാരണമാണ് ആക്ച്വലി ഗാന്ധി ഇന്ത്യയിലേക്ക് വരുന്നത്. ആ ഒരു ഗാന്ധിയുടെ വരവിനെയാണ് ആര് ശരിക്കും അങ്ങനെ പറയുന്നത്, ജവഹർലാൽ നെഹ്റു ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറയുന്നത്. സോ ആക്ച്വലി ബിഫോർ ദ അറൈവൽ ഓഫ് ഗാന്ധിജി ഇന്ത്യൻസ് were in a state of helplessness and darkness, which means they had no one to guide them. So actually it was at that time Gandhi came to India and he could help the Indians. ആ ഒരു സംഗതി അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതവിടെ മനസ്സിലാക്കി വെക്കണേ. ആക്ച്വലി ഗാന്ധിയുടെ ആ ഒരു വരവാണ് ഇന്ത്യൻസിന് ഒരു ഹോപ്പും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തതെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഹിയർ. ദെൻ ഗാന്ധിയുടെ ഇന്ത്യയിലേക്കുള്ള വരവിനെ 2 രീതിയിലാണ് അവിടെ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. ഐ തിങ്ക് ദ ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് വാസ് ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ്. ഇരുട്ട് നിറഞ്ഞ ഒരു മുറിയിലേക്ക് ഒരു ബീം ഓഫ് ലൈറ്റ് വരുന്നത് പോലെയായിരുന്നു. അന്ധകാരം നിറഞ്ഞ ഒരു സ്ഥലത്തേക്ക് ഒരു വെളിച്ചം, ബീം ഓഫ് ലൈറ്റ് വരുന്നത് വരെ പോലെയായിരുന്നു അത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നുണ്ട് അവിടെ പറയുന്നുണ്ട്. ആൻഡ് പവർഫുൾ കറണ്ട് ഓഫ് ഫ്രഷ് എയർ. ഫ്രഷ് എയറിൻ്റെ ഒരു പവർഫുൾ കറണ്ട് പോലെയായിരുന്നു ഗാന്ധിയുടെ വരവ് എന്ന് പറയുന്നുണ്ട്. ഗാന്ധിയുടെ അറൈവലിനെ പ്രധാനമായും 2 രീതിയിലാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഡിസ്ക്രൈബ് ചെയ്യുന്നത് കേട്ടോ. അത് നിങ്ങൾ അവിടെ പഠിച്ചു വെക്കണേ. ഇതല്ലാതെ ഇനി അവിടുന്ന് പ്രധാനമായും നമ്മൾ പഠിച്ചിരിക്കേണ്ട പോയിന്റ്സ് മുഴുവൻ നമ്മളിവിടെ പറയുകയാണ്. സോ ഹിയർ ദ ഫസ്റ്റ് തിങ് ഈസ് ദ കണ്ടീഷൻ ഓഫ് ഇന്ത്യ ബിഫോർ ദ അറൈവൽ ഓഫ് ഗാന്ധിജി. ഗാന്ധി ഇന്ത്യയിലേക്ക് വരുന്നതിന് മുന്നേയുള്ള ഇന്ത്യയുടെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം നമ്മളോട് മേ ബി ചോദിക്കാം. ഹ്യൂമിലിയേഷൻ, അൺഎംപ്ലോയ്മെൻറ്റ്, പോവർട്ടി, ഡിപ്രഷൻ, ഡെസ്പിറേഷൻ, ഈ കണ്ടീഷൻസ് ഒക്കെ ആയിരുന്നു ഗാന്ധിയുടെ അറൈവലിന് മുന്നേയുള്ള ഇന്ത്യയുടെ കണ്ടീഷൻ. ആൻഡ് ആഫ്റ്റർ ദ അറൈവൽ ഓഫ് ഗാന്ധിജി വാട്ട് വർ ദ ചേഞ്ചസ്? ഗാന്ധി വന്ന ശേഷം ഇവിടെ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? Indian politics got a new shape. We can see that so political freedom taking a new shape. ഇന്ത്യയിലെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് ഒരു പുതിയ ഷേപ്പ് വരുന്ന പോലെ കാണുന്നുണ്ട്. റിമൂവ്ഡ് ദ ഡാർക്ക്നെസ് ഫ്രം ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് എന്ത് റിമൂവ് ചെയ്തു? ഡാർക്ക്നെസ് റിമൂവ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ആൻഡ് ദ അറൈവൽ ഓഫ് ഗാന്ധിജി റിമൂവ്ഡ് ദ ബ്ലാക്ക് പോൾ ഓഫ് ഫിയർ. ആളുകളുടെ കണ്ണീന്ന് മുഴുവൻ ആ ഒരു പേടി മാറ്റിയത് ശരിക്കും ഗാന്ധിയുടെ അറൈവലാണ്. പീപ്പിൾ വാണ്ടഡ് ഫ്രീഡം. ആളുകൾക്ക് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം എന്നൊരു തോന്നൽ വന്നു തുടങ്ങിയത് ഗാന്ധിയുടെ ഇതിന് ശേഷമാണ്. ആൻഡ് വില്ലേജേഴ്സ് വർ മെയ്ഡ് അവെയർ ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ. അതായത് ഈ വില്ലേജേഴ്സ് ബോധേഡായി. അതായത് അവർ എന്ത് അനുഭവിക്കുന്നുണ്ട്? എക്സ്പ്ലോയിറ്റഡ് ആണ് എന്നുള്ള കാര്യം. അതായത് അവരുടെ പ്രശ്നങ്ങളെ മുഴുവൻ ശരിക്കും മനസ്സിലാക്കി തുടങ്ങിയത് ഗാന്ധിയുടെ അറൈവലിന് ശേഷമാണ്.
ഓക്കെ, അതാണ് ഐ മീൻ ആഫ്റ്റർ ദ അറൈവൽ ഓഫ് ഗാന്ധിജി ഇന്ത്യൻ പൊളിറ്റിക്സിന് ഒരു പുതിയ ഷേപ്പ് കിട്ടുന്നു. ആളുകളുടെ മനസ്സിൽ നിന്ന് പേടി എന്നുള്ള ആ ഒരു സങ്കല്പം മാറുന്നു. ദെൻ എന്ത് ചെയ്യുന്നുണ്ട്, ട്രൂത്ത് ഫിയർലെസ്നെസ്സിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ആളുകൾക്ക് സ്വാതന്ത്ര്യം വേണമെന്നുള്ള ആ ഒരു ആഗ്രഹം അവർക്ക് വന്നു തുടങ്ങുന്നുണ്ട്. ദെൻ എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ചൊക്കെ അവർ ബോധേഡായി എന്നുള്ളതാണ്. സോ ദെൻ ഇത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ നിർബന്ധമായും പഠിക്കേണ്ട സംഗതി വാട്ട് വാസ് ദ എസൻസ് ഓഫ് ഗാന്ധിസ് ടീച്ചിങ്. ഗാന്ധി ഇന്ത്യയിലെത്തിയിട്ട് ഇവിടെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് പ്രധാനമായും 2 പോയിന്റുകളാണ്. എന്താ 2 കാര്യങ്ങളാണ് ഗാന്ധി പഠിപ്പിച്ചത്? ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്. ദിസ് ഈസ് നോൺ ആസ് ദ എസൻസ് ഓഫ് ഗാന്ധിസ് ടീച്ചിങ്. അത് അങ്ങനെ തന്നെ എക്സാമിന് ചോദിക്കാറുണ്ട്. വാട്ട് വാസ് ദ എസൻസ് ഓഫ് ഗാന്ധിസ് ടീച്ചിങ് എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരു ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഹിയർ ദ ആൻസർ ഈസ് ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്. എന്താണ് ഫിയർലെസ്നെസ് എന്നുള്ളതും കൂടെ അവിടെ ഗാന്ധി പറയുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് മിയർലി ബോഡിലി കറേജ്. ബോഡിലി കറേജിനെ അല്ല നമ്മൾ ഫിയർലെസ്നെസ്, അഭയ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ദ ആബ്സെൻസ് ഓഫ് ഫിയർ ഫ്രം അവർ മൈൻഡ് എന്ന് പറയുന്നുണ്ട്. നമ്മുടെയൊക്കെ മനസ്സിൽ പേടി എന്ന സങ്കല്പം തന്നെ ഇല്ലാതിരിക്കുന്ന ആ ഒരു അവസ്ഥേനെയാണ് എന്തെന്ന് പറയുന്നത്, ഫിയർലെസ്നെസ് എന്ന് പറയുന്നത്. ദെൻ ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്. ഒരാൾ സത്യം പറയുമ്പോൾ നോർമലി അയാൾ ഫിയർലെസ് ആയി മാറും അല്ലേ. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോഴല്ലേ നമ്മൾ നോർമലി പേടിക്കേണ്ട ആവശ്യമുള്ളൂ. സത്യം മാത്രം നമ്മൾ ചെയ്യുന്ന സ്ഥിതിക്ക് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ ആക്ച്വലി ദിസ് വാസ് ദ എസൻസ് ഓഫ് ഗാന്ധിസ് ടീച്ചിങ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ അവിടെ മനസ്സിലാക്കി വയ്ക്കുക. ദെൻ ഇത് കഴിഞ്ഞാൽ അവിടെ ഗാന്ധിയുടെ 2-fold ആക്ഷൻ നിരന്തരം ചോദിക്കുന്ന ചോദ്യം, വാട്ട് വാസ് ദ 2-fold ആക്ഷൻ ഓഫ് ഗാന്ധിജി? ഐ മീൻ ഗാന്ധിയുടെ 2-fold ആക്ഷൻ എന്ന് പറഞ്ഞാൽ, ഗാന്ധി ഇന്ത്യക്കകത്ത് വന്നപ്പോൾ ഗാന്ധിജിക്ക് പ്രധാനമായും 2 പ്രവൃത്തികൾ ചെയ്യാറുണ്ടായിരുന്നു. ആ പ്രവർത്തനങ്ങളെയാണ് അവിടെ 2-fold ആക്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഹിയർ ദ 2-fold ആക്ഷൻ വാസ്, ആദ്യം ഗാന്ധിജിക്ക് ചെയ്യേണ്ട സംഗതി എന്താണെന്ന് അറിയോ? ഒരേ സമയം ബ്രിട്ടീഷുകാരെ എതിർക്കണം, അതേസമയം ഇന്ത്യക്കകത്ത് പ്രശ്നങ്ങളെയും എന്ത് ചെയ്യണം, പരിഹരിക്കണം എന്നുള്ളതാണ്. സോ ഹിയർ ദ ഫസ്റ്റ് വൺ ഈസ് ചലഞ്ച് ആൻഡ് റെസിസ്റ്റിംഗ് ബ്രിട്ടീഷ് റൂൾ. അതാണ് ഗാന്ധിയുടെ ആദ്യത്തെ ആക്ഷൻ. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ സോഷ്യൽ ലെവൽസ് ഓഫ് ഇന്ത്യ. ഇന്ത്യക്കകത്തുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുക. ഇതാണ് 2-fold ആക്ഷൻ. ഒരേ സമയം ബ്രിട്ടീഷുകാർ വരുമ്പോൾ അവർക്കെതിരെ ചലഞ്ച് ചെയ്യണം, അവർ റെസിസ്റ്റ് ചെയ്യണം. ഇന്ത്യക്കകത്തും ഒരുപാട് ഇഷ്യൂസ് ആ സമയത്തുണ്ട്. ആ ഇഷ്യൂസിനെ മുഴുവൻ അതിനെയും പരിഹരിക്കണമല്ലോ. ഇതാണ് ഗാന്ധിയുടെ 2-fold ആക്ഷൻ എന്ന് പറയുക. ഗാന്ധി wanted to fight against the Britishers and at the same time he wanted to solve the problems within India. ഇന്ത്യക്കകത്തെ പ്രശ്നം പരിഹരിക്കണം, ഇന്ത്യയുടെ പുറത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഇതാണ് ഗാന്ധിയുടെ 2-fold ആക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു ഈ ഒരു ഇസ്സയ്ക്കകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് 8 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, റെലവൻസ് ഓഫ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, അല്ലെങ്കിൽ ഡ്രീം ഇന്ത്യ ഓഫ് ഗാന്ധിജി. അത് നിങ്ങൾ പഠിക്കാതെ എക്സാമിന് പോകരുത്. അതൊക്കെ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നഷ്ടമാണ്. എക്സാമിന് നിരന്തരം ചോദിക്കുന്ന ചോദ്യമാണ്, ഗാന്ധി സ്വപ്നം കണ്ട ഇന്ത്യ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് അവിടെ ഇല്ലേടാ. ഗാന്ധി പറയുന്നില്ലേ, ഈവൻ ദ പൂരസ്റ്റ് ഷാൾ ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് ദിയർ കൺട്രി. ഞാൻ സ്വപ്നം കാണുന്ന ഇന്ത്യയിൽ പാവപ്പെട്ട ആൾക്ക് പോലും തോന്നണം ഇത് എൻ്റെ രാജ്യമാണ്, അതായത് ദിസ് ഇസ് മൈ കൺട്രി. ആ ഒരു ഫീൽ അവർക്ക് വരണം. ആൻഡ് ഹി സേസ് ദാറ്റ് all communities shall live in perfect harmony. എല്ലാ കമ്മ്യൂണിറ്റികളും ഇന്ത്യക്കകത്ത് ജീവിക്കുന്നത് പെർഫെക്റ്റ് ഹാർമണിയോട് കൂടെ ആയിരിക്കണം. ഒരു ഹാർമണിയസ് ലിവിങ് ആയിരിക്കണം അവിടെ ഉണ്ടായിരിക്കേണ്ടത്. ആൻഡ് ദർ വിൽ ബി നോ ക്ലാസ് ഡിസ്റ്റിങ്ഷൻസ്. ഞാൻ സ്വപ്നം കാണുന്ന ഇന്ത്യക്കകത്ത് ക്ലാസ് ഡിസ്റ്റിങ്ഷൻസ് ഉണ്ടാവില്ല. ആൻഡ് ദർ ഇസ് നോ അൺടച്ചബിലിറ്റി ഉണ്ടാവില്ല. നോ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്. ഡ്രിങ്ക്സിൻ്റെയും ഡ്രഗ്സിൻ്റെയും ആ ഒരു പ്രസൻസ് ഒന്നും ഞാൻ സ്വപ്നം കാണുന്ന ഇന്ത്യയിലില്ല. ദർ മെൻ ആൻഡ് വിമൻ വിൽ എൻജോയ് ദ സെയിം റൈറ്റ്സ്. ഐ മീൻ സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശങ്ങളായിരിക്കും എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി ഗാന്ധി ശരിക്കും തൻ്റെ ജീവൻ പോലും വെടിഞ്ഞത് ഇങ്ങനെയുള്ള ഈ ഒരു ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിൻ്റെ റെലവൻസ് ചോദിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം ഗാന്ധി ഏത് തരത്തിലുള്ള ഇന്ത്യനെയാണോ സ്വപ്നം കണ്ടത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യയാണ് ഇന്ന് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അല്ലേ. ഡ്രഗ്സ് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ദെൻ ഇവിടെ സ്ത്രീക്കും പുരുഷനും തുല്യമായിട്ടുള്ള അവകാശങ്ങളാണോ? അല്ല. ദെൻ ഇവിടെ ഇപ്പോഴും ഈ ഒരു 21-ാം നൂറ്റാണ്ടിൽ പോലും അൺടച്ചബിലിറ്റി രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. ദെൻ ഗാന്ധി സ്വപ്നം കണ്ട ഇന്ത്യയുടെ നേരെ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സംഗതി ഇവിടെ പഠിക്കണം. ആൻഡ് ഹിയർ ദ ക്വാളിറ്റീസ് ഓഫ് ഗാന്ധിജി.
ഗാന്ധിജിയുടെ ക്വാളിറ്റീസ്, ഹി വാസ് എ മാൻ ഓഫ് കോൺഫിഡൻസ്. ആ ക്വാളിറ്റീസ് ഓഫ് ഗ്രേറ്റ്നെസ്സിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന സകല ക്വാളിറ്റീസും ആർക്കുണ്ടായിരുന്നു? ഇദ്ദേഹത്തിനുണ്ടായി. ഹി വാസ് ആൻ അൺയൂഷ്വൽ കൈൻഡ് ഓഫ് പവർ ആൻഡ് അസ്റ്റണിഷിംഗ്ലി വൈറ്റൽ. അവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്താണ് ആക്ച്വലി ആൽബർട്ട് ഐൻസ്റ്റീൻ ഗാന്ധിയെ കുറിച്ച് പറയുന്ന ഒരു കോട്ടുണ്ടല്ലോ, ആ ഒരു കോട്ട് നിങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഗാന്ധിയുടെ ആ ഒരു ആ ഒരു വൈറ്റലായിട്ടുള്ള ആ ഒരു ക്വാളിറ്റീനെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്രയും നമ്മൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ, ഈ ആൻഡ് ദെൻ ഗാന്ധി കെയിമിനകത്ത് പഠിക്കേണ്ടതുള്ളൂ. നിങ്ങളൊരു എസ്സേ രൂപത്തിലുള്ള ചോദ്യമാണ് നമ്മൾ ഇവിടുന്ന് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ സ്പീച്ചിന് ഏറ്റവും കൂടുതൽ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് പഠിക്കേണ്ട കണ്ടന്റാ. ഇതൊന്നും പഠിക്കാതെ എക്സാമിന് പോകരുത്. ഗാന്ധിജീസ് ഡ്രീം ഇന്ത്യ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കാണാതെ പഠിച്ചു വയ്ക്കുക. ബാക്കിയുള്ള പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ദെൻ ഗാന്ധിയുടെ ടു ഫോൾഡ് ആക്ഷൻ എന്താണ്, ഗാന്ധിയുടെ എസൻസ് ഓഫ് ടീച്ചിങ് എന്താണ്, ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറയുന്ന ആ ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ്, അതുപോലെ എസൻസ് ഓഫ് ടീച്ചിങ് നമ്മൾ അവിടെ പറഞ്ഞു. ദെൻ നമ്മൾ ഈ ലാസ്റ്റ് പറഞ്ഞ ഈ പോയിന്റ്സും കൂടെ, ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. ദെൻ അവിടെ ഒരു പവർഫുൾ മോൺസ്റ്റർ എന്നുള്ള രൂപേനെ ബ്രിട്ടീഷ് റൂളിനെ അവരനുഭവിച്ച ആ ഹ്യൂമിലിയേഷനെ അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. ആ പവർഫുൾ മോൺസ്റ്റർ ആരാണ് എന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണെന്നുള്ളതൊക്കെ ഒന്ന് ഓർത്തു വെക്കണേ. നല്ലപോലെ ഒരു 2-3 തവണ ടെക്സ്റ്റ് ഒന്ന് വായിക്കുക. ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിനെ കുറിച്ചും ഗാന്ധിജിയുടെ ഡ്രീം ഇന്ത്യ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ചും പഠിക്കാതെ എക്സാമിന് പോകരുത്. കാരണം അത് വരും എന്നുള്ളത് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട്. പ്രഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റൂല, നമ്മളൊരു സാധാരണക്കാരനല്ലേ. ഈവൻ ദോ നമുക്ക് പറയാൻ പറ്റും എക്സാമിന് അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ടു ഫോൾഡ് ആക്ഷനും അദ്ദേഹത്തിൻ്റെ എസൻസ് ഓഫ് ടീച്ചിങ്ങും ഇതൊക്കെ മനസ്സിലാക്കിയാൽ മതി. ആൻഡ് ദെൻ ഗാന്ധി കെയിം സിഗ്നിഫിക്കൻസ് മറക്കണ്ട. സോ സീ യു ഇൻ അനദർ വീഡിയോ. താങ്ക് യു.